നിഷ ബിസ്പിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യമായിട്ടൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാനാണ്. പക്ഷെ നമ്മൾ പതിവായിട്ടുള്ള ഗെറ്റ് റെഡി വിത്ത് മീ പോലെ ആയിരിക്കില്ല. അപ്പോൾ അത് പ്രതീക്ഷിച്ച് ഇത് കണ്ടു കഴിഞ്ഞാൽ നിരാശയായിരിക്കും. അപ്പോൾ ഇത് തങ്കുവിൻ്റെ സ്കൂളിലേക്ക് ഒരു പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട്, ഇനിയിപ്പോൾ എന്തായാലും ഓണപരിപാടിയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പണ്ട് ഓണത്തിന് പ്രമാണിച്ച് തയ്ച്ച ഒരു ടോപ്പാണ്. സിസ്റ്റർ ഇൻ ലോൻ്റെ ടിഷ്യൂ സാരി വെട്ടി അമ്മ ഞങ്ങൾക്ക് രണ്ടാൾക്കും ടോപ്പ് അടിച്ചു തന്നു. ഇത് ക്രിസ്മസിന് വേണ്ടി തങ്കുവിനും എനിക്കും വേണ്ടി റെഡിൽ ചെയ്തൊരു വേസ്റ്റ് കോട്ട് പോലത്തെ സാധനമാണ്. അപ്പോൾ ഈ സാധനങ്ങളൊന്നും ബ്രാൻഡഡ് ഒന്നും അല്ല കേട്ടോ, നമ്മൾ സാധാരണ കടയിൽ കിട്ടുന്നതാണ്. ഇതിൽ പല സാധനങ്ങളും ചെയ്യാനും എനിക്കറിയില്ല. അപ്പോൾ ലിപ് ബാം ഞാൻ വല്ലാണ്ട് ചുണ്ട് വരണ്ട് പോകുമ്പോൾ ചെയ്യാറുണ്ട്. പക്ഷെ ലിപ്സ്റ്റിക്കിൻ്റെ ശരിയായിട്ടുള്ള ആപ്ലിക്കേഷൻ അറിയില്ല. മാത്രമല്ല ഈ ലിപ്സ്റ്റിക്കിൻ്റെ മൂടി അപ്പോൾ പോകുന്നതുകൊണ്ട് അതിൻ്റെ ഉണ്ടയൊക്കെ ഇട്ട് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇട്ട് വന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ലിപ്സ്റ്റിക്ക് ഓവറായിപ്പോയിന്ന്. റെഡായിരുന്നു. അങ്ങനെ തുടച്ച് കളയുന്നതാണ് ഈ കാണുന്നത്. സത്യം പറഞ്ഞാൽ ലിപ്സ്റ്റിക്ക് ഇടാൻ അറിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ കാരണം. പിന്നെ കണ്ണെഴുതിയിട്ടുണ്ട് കേട്ടോ. കണ്ണെഴുതാൻ ഞാൻ കാണിച്ചില്ല, കാരണം അത് ഇനി ഘോരമായിരിക്കും. പൊട്ട് എപ്പോഴും ഉപയോഗിക്കാത്തതുകൊണ്ട് അതൊരു എന്താ പറയുക, തേഞ്ഞ് മാഞ്ഞ് പോയൊരു പൊട്ടിൻ്റെ സ്ട്രിപ്പിലാണുള്ളത്. അതിൽ നിന്ന് എടുത്ത് കുത്തണാണ് ഈ കാണുന്നത്. കുറേ കഷ്ടപ്പെട്ടിട്ടാണ് കുത്താൻ പറ്റിയത്. പിന്നെ കണ്ണട കൂടി വെച്ച് കഴിയുമ്പോഴേക്കും മിക്കവാറും കണ്ണെഴുതിയതൊന്നും കാണില്ല. അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. റെഡ് കളറാണ് ലെഗിങ്സ്, അത് പെട്ടെന്ന് കാണുന്നില്ല. പിന്നെ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം, എൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ പെർഫ്യൂമാണ്. തീരാറായിട്ടോ. അതായത് എല്ലാവർക്കും അങ്ങനെയാണെന്നില്ല, പക്ഷെ ചിലർക്ക് ഭയങ്കര ബോഡി ഓർഡർ ആയിരിക്കും. എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് വയർക്കണ ഇതുള്ളതുകൊണ്ട് ഇതും കൂടി ഉണ്ടെങ്കിൽ ഒരു ആത്മവിശ്വാസമൊക്കെ തോന്നും. പോസ് ചെയ്തൊക്കെ നോക്കിയിരിക്കുന്നതാണ് ഇട്ടിട്ട്. അപ്പോൾ റെഡിയായി പോയി സ്കൂളിലെ പരിപാടിക്ക് ചെറുതായി പ്രസംഗിച്ചു. അപ്പോൾ ഇതോടുകൂടി എൻ്റെ ഭാരവാഹിത്വമൊക്കെ ഒഴിയണ ദിവസമായിരുന്നു. അതുകൊണ്ട് ഞാൻ നല്ല ആത്മാർത്ഥമായിട്ട് പ്രസംഗിച്ചതെന്നാണ് വിശ്വാസം. അപ്പോൾ ടയർഡായി. ഇത് നേരത്തെ വേറൊരു ടോപ്പിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്